ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐഷൂസ് വ്ളോഗ്. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് റോസ്റ്റ് അഥവാ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ. ചെമ്മീൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുക. 1/2 കിലോ ചെമ്മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്തിട്ട് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ചെമ്മീൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ എടുത്ത് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിക്കുക. എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ചെമ്മീൻ ചേർക്കുക. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഈ പാനിൽ എല്ലാ ചെമ്മീനും ഒരുമിച്ച് ഫ്രൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അതേ പാനിൽ തന്നെ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഇതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിക്കുക. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ പച്ച മണമൊന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സവാള ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ടതാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളകും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. അധിക നേരം മൂടി വെക്കാൻ പാടില്ല, കാരണം അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
2 തക്കാളിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം മൂടി മാറ്റിയിട്ട് അതിലേക്ക് കറിവേപ്പില ഇടുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇനി ഈ മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുക. ഇനി ഈ വെള്ളം വറ്റുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒന്ന് ചെമ്മീൻ റോസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി ആയിട്ട് വരുന്നതാണ്. ബൈ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക്